എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ ഇസ്ലാമിൽ, ജിന്നുബാധക്ക് എന്താ പരിഹാരം? അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. Quran, there is healing for mankind. So Quran itself is ruqya. Surah Fatiha also. So in this, if anyone is possessed, there are specialists of possession of them. How they are heart specialists, there are brain specialists. So in Islam, there are specialists who are specialized in how the ruqya should be done by a person who is possessed. നിങ്ങൾ നോക്കൂ, നവോത്ഥാന സംരംഭമായി കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ വരെ നിങ്ങൾ ആലോചിച്ചു, ഈ രൂപത്തിലുള്ള ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രവാദം, ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായി അടരാടുകയും സർവ്വമന്ത്രവാദികളെയും തുരത്തുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുകയും ചെയ്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് പോലും മന്ത്രവാദം നടത്താൻ കഴിയുമോ എന്ന് ചിന്തിച്ച ആളുകൾ. Like I am a specialist of comparative religion. I am not a specialist of ruqya. How to do ruqya is mentioned in the Sahih Hadith. How it should be done? You should go to a person who specialized in ruqya. So ruqya means the treatment for a person who possesses black magic or with jinn. ജിന്നു ബാധിച്ചാൽ അതിന്റെ സ്പെഷ്യലിസ്റ്റുകളായ മശായിഖ്മാരുടെ അടുത്ത് പോകണം. ഞാനതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ല. ഉപരി പറയാ, ഞാൻ കമ്പാരിറ്റീവ് റിലീജിയൻ, മതതാരതമ്യ പഠനത്തിലാണ് എന്റെ സ്പെഷ്യലൈസേഷൻ. തലക്ക് സ്പെഷ്യലിസ്റ്റ്, ഹർട്ടിന് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉള്ള പോലെ റുഖ്യ ശർഈയ്യക്ക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അവരടുത്ത് പോകണം. കള്ളന്മാരുണ്ട്, ഇത് മുതലാക്കുന്ന കള്ളന്മാര് ഖുറാഫികളുണ്ട്, അവരെ സൂക്ഷിക്കും വേണം. അപ്പൊ ഇത് ഖുറാഫാത്തല്ല, ഇത് സലഫിയത്താണ്. നിങ്ങൾ സമ്മേളനത്തിലല്ലേ എന്നിട്ട് അദ്ദേഹത്തെ ഏപ്പിന്റെ അടുത്തെത്തി ഫോട്ടോ എടുത്തില്ലേ? നിങ്ങളെ കണക്കിലാണ് പച്ച ഖുറാഫിയല്ലേ? അയാളെ കൊണ്ടുവരാൻ പറ്റും. എഴുതി നിങ്ങൾ അൽമനാറില് അല്ലെങ്കിൽ വിചിന്തനത്തില്.